ആർപ്പി ഈ ആഗോള അയ്യപ്പ സംഗമം അത് പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ട് തോന്നും. പക്ഷേ ഇത് നടത്തുന്നത് ഇതിൻ്റെ സംഘാടകർ പിണറായി വിജയൻ സർക്കാരും അതിഥിയായി എത്തുന്നത് സ്റ്റാലിനുമാണ്. തീർച്ചയായിട്ടും എന്തായിരിക്കും ഇതിൻ്റെ പിന്നിലൊരു അജണ്ട? അല്ല, ഇപ്പം പേരാർക്കും ഇടാമല്ലോ. ഏത് വ്യാജനും എപ്പോഴും ഒറിജിനൽ എന്ന് തോന്നുന്ന ഇട്ടാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വ്യാജ അയ്യപ്പ സംഘമാണ്. അത് ഇപ്പോൾ പിണറായി വിജയൻ, ഞാൻ പറയുന്ന പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കേരളം ഭരിക്കുന്ന ആളാണ്. പിണറായി വിജയൻ്റെ സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതുകൊണ്ട് മാത്രമല്ല ഇതിനകത്തെ എതിർപ്പ്. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് നോക്ക്. ആരാണ് ഇത്രയും കാലം ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചത്? കോടിക്കണക്കിന് ഭക്തരുടെ കണ്ണുനീര് വീണ സ്ഥലം കൂടിയാണ് ഈ ശബരിമലയും കേരളം ഒട്ടാകെ. അവസാനം കേരളത്തിലെ സ്ത്രീകൾ തെരുവിലിറങ്ങിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ശക്തി കണ്ടതുകൊണ്ടും അത് രാഷ്ട്രീയമായിട്ട് തങ്ങൾക്ക് ദോഷം വരുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പിന്മാറിയവരാണ് ഇവർ. അല്ല, ഇപ്പം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടല്ല. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ശബരിമലയോട് ഇക്കാലം അത്രയും എടുത്ത നയം ഒരു പ്രശ്നം തന്നെയാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളും അത് റിപ്പോർട്ട് ചെയ്ത ആളല്ലേ. അതെ. ഒരു കാര്യവും ഇല്ല.